ക്രൈസ്റ്റ് റിവൻ ചേർച്ചിൻ്റെ ടെലിവിഷൻ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പവർ വിഷൻ ചാനലിലൂടെ നിങ്ങളെ അഭിമുഖീകരിക്കുകയും കർത്താവിൻ്റെ വചനം നിങ്ങളോട് പങ്കിടുകയും ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നും കർത്താവിൻ്റെ സാക്ഷ്യവചനത്തിൽ നിന്നൊക്കെ നിങ്ങളെ പ്രബോധിപ്പാനും ദൈവം നൽകിയ വിലയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്തുകൊള്ളുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ ഞങ്ങളെ എഴുതി അറിയിക്കാം. ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ, വാട്സാപ്പ് നമ്പർ, വെബ്സൈറ്റ് അഡ്രസ്സ് ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഈ ചാനൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ താഴെ ഞങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതിലൂടെ നിങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് വലിയവനാണ്. ദിസ് ഇസ് യുവർ ഡേ. ഈ ദൈവം നിന്നെ അത്ഭുതകരമായി വിടുവിക്കുവാൻ അവൻ മതിയായവനാണ്. ബിക്കോസ് ദ ലോർഡ് ഹാസ് കോൾഡ് us ടു റൈസ് ആൻഡ് ഷൈൻ, ബിക്കോസ് ദ ഗോഡ്സ് ഗ്ലോറി ഹാസ് കം അപ്പോൺ us. എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ തക്കണം. യഹോവയുടെ തേജസ് നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ദൈവവചനം പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു യുണീക്കായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ദ 7 eyes ഓഫ് ദ ലോർഡ്, ദൈവത്തിൻ്റെ 7 കണ്ണുകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ മുമ്പിലുള്ള ഈ അല്പസമയത്തിനകത്ത് ദൈവവചനത്തിൻ്റെ ഇതിനകത്ത് നിന്നോട് നിങ്ങളോട് സംസാരിപ്പാൻ ഈ വചനം നിങ്ങളെ ശക്തീകരിക്കാൻ മതിയായതാകയാൽ കർത്താവ് നമ്മളോട് ഐശ്വര്യമായിട്ട് ഇടപെടട്ടെ. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ട് ചൊല്ലുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ദ ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 5 വേഴ്സ് 6. ഞാൻ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കൾ ആയ 7 കണ്ണും ഉണ്ട്. ആമേൻ. In the midst of the elders stood a lamb as though it had been slain, having 7 horns and 7 eyes, which are the 7 spirits of God sent out into all the earth. ദൈവത്തിൻ്റെ 7 ആത്മാക്കൾ ആയ 7 കണ്ണുകൾ ഭൂമിയിൽ എമ്പാടും സഞ്ചരിക്കത്തക്ക രീതിയിൽ അവൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അപ്പോസ്തലനായ യോഹന്നാൻ കണ്ടു. ആമേൻ. വെളിപ്പാട് പുസ്തകം എഴുതിയ വേളയിൽ കർത്താവിൻ്റെ ദാസനായ അപ്പോസ്തലനായ യോഹന്നാൻ അനേകം കഷ്ടങ്ങളിലൂടെ പ്രതികൂലങ്ങളുടെ മധ്യേ താൻ ദൈവികമായ ദർശനം പ്രാപിച്ചത്, ദൈവികമായ വെളിപ്പാട് പ്രാപിച്ചത് ഇവിടെ ഈ വേദപുസ്തകത്തിൻ്റെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ അത് എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ കാണുവാൻ കഴിയുന്നത് കർത്താവിൻ്റെ കണ്ണുകളെക്കുറിച്ചുള്ള ഒരു ദൃശ്യം അപ്പോസ്തലനായ യോഹന്നാൻ ഇവിടെ പറയുകയാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നിങ്ങളത് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൾ. ആമേൻ. ഓ ഹല്ലേലൂയ. കർത്താവിന് ഇത്ര നാൾ യേശുവും ശിഷ്യന്മാരും ഒരുമിച്ച് നടന്നതും ആ 3.5 വർഷം ആ ശിഷ്യന്മാർ ഗുരുവിനോടുകൂടെ പങ്കിട്ട ആ സമയമൊക്കെ യോഹന്നാൻ ചിന്തിച്ചു. പക്ഷേ എന്നാൽ ഈ പുനരുത്ഥാനത്തിൻ്റെ അവസ്ഥയൊക്കെ കൈവരിച്ച കർത്താവ് യേശുവ ഹമശ്യ തൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവൻ മനസ്സിലാക്കിയത്, ഇത് ഞാൻ ഇത്ര നാൾ മനസ്സിലാക്കിയ യേശു അല്ല ഇന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ഇവനെ സംബന്ധിച്ച് പറഞ്ഞാൽ തല മുതൽ പാദം വരെ ഇവൻ ആകെ മാറിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായവൻ അവൻ അടിമുടി, ആമേൻ ഹല്ലേലൂയ, അവൻ വെള്ളോട്ടിന് സാദൃശ്യമായിട്ടുള്ള കാലുകളും ആമേൻ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളോടുകൂടെ ആമേൻ അഗ്നി സ്ഫുരിക്കുന്ന ചില വാക്കുകളോടെ സംസാരിക്കുവാൻ കഴിവുള്ള ദൈവത്തെ അവൻ പൂർണ്ണ പ്രകാശത്തോടെ പൂർണ്ണ രൂപത്തോടെ അപ്പോസ്തലനായ യോഹന്നാൻ ഇവിടെ ദർശിക്കുകയുണ്ടായി. ഈ വേളയിൽ വെച്ചാണ് പറയുന്നത് ദൈവത്തിൻ്റെ 7 കണ്ണുകൾ. ആമേൻ ഹല്ലേലൂയ. 7 ആത്മാക്കളായ 7 കണ്ണുകളും അവിടെ നിൽക്കുന്നത്, മധ്യേ നിൽക്കുന്നത് ഞാൻ കണ്ടു എന്ന് അപ്പോസ്തലൻ രേഖപ്പെടുത്തി. ആമേൻ. ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, സാധാരണ നമുക്ക് 2 കണ്ണുകളുള്ളപ്പോൾ എന്നെയും നിന്നെയും കാണുന്ന കർത്താവ് എന്നെയും നിന്നെയും കാണുന്നത് തൻ്റെ 7 ആത്മാക്കളായ 7 കണ്ണുകളിലൂടെയാണ് ഇന്ന് എന്നെയും നിന്നെയും കാണുന്നത്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലും പറയുന്നത്, സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിൻ്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സിംഹാസനത്തിൻ്റെ മുൻപിൽ എപ്പോഴും എരിഞ്ഞുകൊണ്ട് ഇരിക്കത്തക്ക രീതി the 7 lamps of fire were burning before the throne, which are the 7 spirits of God. ഓ ഹല്ലേലൂയ. നമ്മുടെ ഡയറക്ഷൻ ഇപ്പം നമ്മൾ ഗൂഗിൾ മാപ്പ് ഇന്ന് നമ്മൾ മറ്റ് ആരേക്കാളിലുപരി ഇന്നിപ്പോൾ ഒരു സ്ഥലത്തേക്ക് കടന്നു പോകുക എന്ന് പറയുന്നത് അത്ര വലിയ പ്രയാസമുള്ള കാര്യമല്ല. ഗൂഗിൾ മാപ്സ് നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് ഓൺ ചെയ്താൽ മതി. ഇന്ന സ്റ്റോറിൽ നിന്ന് ഇന്ന ജംഗ്ഷനിൽ നിന്ന് അവിടുന്ന് ലെഫ്റ്റ് തിരിയുക, നേരെ പോവുക, മുന്നോട്ട് പോവുക, പുറകോട്ട് പോവുക. കംപ്ലീറ്റ് ആയിട്ട് ഇന്ന് നമ്മുടെ ടെക്നോളജി ഇന്ന് ഏറ്റവും അധികം ഇന്ന് അഡ്വാൻസ്ഡ് ആയ സമയത്താണ്. വെർച്വൽ റിയാലിറ്റി, അതേപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ കാലങ്ങളിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ
ഇന്ന് ഒരു സ്ഥലത്ത് കടന്നു ചെല്ലുക എന്ന് പറയുന്നത് വലിയൊരു പ്രോബ്ലം അല്ല. പക്ഷേ നമ്മുടെ കംപ്ലീറ്റ് ഡയറക്ഷൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അന്നും ഇന്നും ആകെ 4 ഡയറക്ഷൻ പോയിൻറ്റ്സേ ഉള്ളൂ. ഒന്നുകിൽ ടുവേർഡ്സ് നോർത്ത്, ടുവേർഡ്സ് സൗത്ത്, വെസ്റ്റ് ഓർ ഈസ്റ്റ്. കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നത് അത് പ്രകാരം തന്നെയാണ്. ഭൂമിയിലെ 4 പാടും, ആമേൻ, തൻ്റെ സൃഷ്ടിയിലെ 4 ദിശയിലേക്കും അതിന് യാതൊരു മാറ്റവുമില്ല. നോക്കിക്കൊണ്ടമേ, ഇവിടെ ദൈവത്തിൻ്റെ 7 ആത്മാക്കൾ, ദൈവത്തിൻ്റെ 7 കണ്ണുകൾ ഭൂമിയിലെ 4 പാടും ഇന്ന് സഞ്ചരിക്കുകയാണ്. ടുവേർഡ്സ് നോർത്ത്, ടുവേർഡ്സ് സൗത്ത്, ടുവേർഡ്സ് വെസ്റ്റ് ആൻഡ് ടുവേർഡ്സ് ഈസ്റ്റ്. ഹല്ലേലൂയ. ഈ 7 കണ്ണുകൾ നമ്മളെ ദിനംതോറും നമ്മളെ ഇങ്ങനെ ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ദിനംതോറും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ ഈ 7 കണ്ണുകൾ 4 ദിശയിൽ എപ്രകാരമാണ് ഫങ്ഷൻ ചെയ്യുന്നത്? ഹൗ ഇസ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്, ദ 7 സ്പിരിറ്റ്സ് ഓഫ് ദ ലോർഡ്, ദ 7 ഐസ് ഓഫ് ദ ലോർഡ് ഇസ് ഫങ്ഷനിങ് ഇൻ ദീസ് 4 ഡയമെൻഷൻസ്. ഈ ഓരോ ഡയമെൻഷൻസും നമുക്കൊന്ന് ചിന്തിക്കാം. ഫസ്റ്റ് ഡയമെൻഷൻ, ദ 7 ഐസ് ഓഫ് ദ ലോർഡ്, the 7 spirits of the Lord are called as the rejoicing eyes. ആമേൻ. സന്തോഷിക്കുന്ന കണ്ണുകൾ ആണ് ഇതിൻ്റെ ഒന്നാമത്തെ ഡയമെൻഷൻ. സെക്കരിയാവിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: സർവ്വഭൂമിയിലും ഊടാടി ചെല്ലുന്ന യഹോവയുടെ ഈ 7 കണ്ണ് സെരുബാബലിൻ്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നത് സർവ്വഭൂമിയിലും ഊടാടി ചെല്ലത്തക്ക രീതിയിൽ യഹോവയുടെ ഈ 7 കണ്ണും സെരുബാബേൽ, അന്ന് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ മധ്യയിൽ ദൈവം എഴുന്നേൽപ്പിച്ച ഒരു ലീഡർ, ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പണിക്ക് വേണ്ടി പ്രത്യേകമായി നിയോഗിച്ച ഒരു ദൈവദാസൻ, ഇസ്രായേൽ മക്കളെ ബാബിലോണിലേക്ക് പിടിക്കപ്പെട്ട സമയത്ത് അവർ ബാബിലോണിൽ നിന്ന് യെരുശലേമിലേക്ക് മടങ്ങി വന്ന് ശലോമോൻ്റെ കാലഘട്ടത്തിൽ അവർ പണിത ദേവാലയം തരിശു ഭൂമിയായി നിന്ന സമയത്ത്, രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ ആലയം കെട്ടിപ്പടുത്തുയർത്തേണ്ട സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുന്നേൽപ്പിച്ച ഒരു നേതാവായിരുന്നു സെരുബാബേൽ. ആമേൻ, ഹി വാസ് എ ഗവർണർ. ആ സെരുബാബേലിൻ്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ടിട്ട് എന്ത് പറയുന്നു? അത് കണ്ട് ദൈവത്തിൻ്റെ 7 കണ്ണുകൾ സന്തോഷിക്കുന്നു. ഓ, പ്രൈസ് ദ ലോർഡ്. ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന, എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, ഇന്ന് എന്നെയും നിന്നെയും ഈ കർത്താവിൻ്റെ 7 കണ്ണുകൾ 24/7 സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ആ സ്കാനിങ് റിപ്പോർട്ടിൻ്റെ എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട്? നമ്മൾ മെഡിക്കലി നമ്മൾ സ്കാൻ ചെയ്യാറുണ്ട്, അല്ല വിസ പ്രോസസ്സിങ്ങിന് മുമ്പ് നമ്മൾ സ്കാൻ ചെയ്യാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ഇയർലി വൺസ് നമ്മളൊന്ന് ബോഡി ഒരു ചെക്കപ്പ് നമ്മൾ നടത്താറുണ്ട്. അതിനകത്ത് വരുമ്പോൾ സ്കാനിൻ്റെ റിസൾട്ട് എന്താണ് എന്നറിയുവാൻ നിങ്ങൾക്ക് ഒരുപക്ഷെ എന്താണ് ഒരു ആകാംക്ഷ ഉണ്ടായിരിക്കും. എന്നാൽ ഞാൻ പറയട്ടെ, ഇന്ന് എന്നെയും നിന്നെയും ആമേൻ 24/7 ആ ഒരു പീരീഡിൽ നമ്മളെ സ്കാൻ ചെയ്യുന്ന ദൈവത്തിൻ്റെ കണ്ണുകൾ ഇന്ന് സന്തോഷിക്കുന്നുണ്ട്. സെരുബാബലിനെ കണ്ട നിമിഷം, കാരണം അവനെ വെറുതെ കാണുകയല്ലായിരുന്നു, അവൻ്റെ കയ്യിൽ ഒരു തൂക്കുകട്ട ഉണ്ടായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. ഒരു പ്ലംബ് ലൈൻ അവൻ്റെ കൈവശമുണ്ടായിരുന്നു. ആ പ്ലംബ് ലൈൻ കണ്ട സമയത്ത് തന്നെ ദൈവത്തിൻ്റെ 7 കണ്ണുകൾ അവനെ നോക്കി സന്തോഷിച്ചു. ആമേൻ, ഹല്ലേലൂയ. സെരുബാബലിന് ആ സമയത്ത് ഒരുപക്ഷെ പറയാമായിരുന്നു, കർത്താവേ, ഒരു വലിയൊരു പ്രവൃത്തി, ഇത്ര കാലം നിൻ്റെ ജനം നിന്നെ ആരാധിച്ചു, നിന്നെ സേവിച്ചു, ശലോമോൻ പണിത ആലയം, അതിനെക്കുറിച്ച് ബ്ലാ 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 ഒക്കെ എന്തെല്ലാം കാര്യങ്ങൾ അയാൾക്ക് പറയാമായിരുന്നു. പക്ഷേ എൻ്റെ ഇപ്പോൾ കയ്യിലുള്ള വളരെ ലിമിറ്റഡ് റിസോഴ്സ് വെച്ച് നിനക്കൊരു ആലയം പണിയുക എന്ന് പറയുന്നത് ഒരു വൻ കാര്യമാണ് കർത്താവേ. പക്ഷേ എനിക്കത് ചെയ്തെടുക്കാൻ കഴിയുമോ? നിങ്ങൾക്കറിയാമോ, God was trying to encourage his servant. തൻ്റെ ആ സെർവൻ്റ്, തൻ്റെ ദാസനെ ഒന്ന് പ്രചോദിപ്പിക്കാനായിട്ട് പറയുന്നു, സെരുബാബേലെ, നീ എനിക്ക് വേണ്ടി എഴുന്നേറ്റത്, നീ എനിക്ക് വേണ്ടി ചെയ്യുവാൻ നീ തീരുമാനമെടുത്ത്, നിൻ്റെ കയ്യിൽ ആ പ്ലംബ് ലൈൻ, ആ തൂക്കുകട്ട പിടിച്ചപ്പോൾ തന്നെ ഞാൻ പറയുകയാണ്, എൻ്റെ കണ്ണുകൾ നിന്നെ കണ്ട് സന്തോഷിക്കുന്നു. ഓ, ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, ഒരുപക്ഷെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഏതൊരു വ്യക്തിയോട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നീ വിചാരിക്കും, കർത്താവെ, ഞാൻ ഒന്നുമല്ല, എൻ്റെ അടുത്ത് ഒരു പ്രെയർ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞാൽ, കർത്താവെ, പ്രസംഗിക്കാൻ എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ പാടുവാനായിട്ടുള്ളൊരു കഴിവ് എനിക്കില്ല കർത്താവെ, പബ്ലിക്കായിട്ട് കർത്താവെ, ഈവൻ ഞങ്ങളുടെ സഭയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പബ്ലിക് മീറ്റിങ്ങിലൊന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് എനിക്ക് കഴിവില്ല. ആമേൻ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതേ വചനത്തിൽ തന്നെ പറയുന്നത്, സെക്കരിയാവ് 4:10 തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു? ഹു ക്യാൻ ഡിസ്പൈസ് ദ ഡേ ഓഫ് സ്മോൾ ബിഗിനിങ്സ്? ഇന്ന് നിങ്ങളെടുത്തോ, ഇന്ന് ആരെ വേണമെങ്കിലും നിങ്ങളെടുത്തോ, ഏതൊരു വലിയ ലീഡറിനെ കുറിച്ചോ, ഇറ്റ് കുഡ് ബി ബിൽ ഗേറ്റ്സ്, ആപ്പിളിൻ്റെ സ്ഥാപകനായിരിക്കാം, മൈക്രോസോഫ്റ്റ്, അല്ലെങ്കിൽ ടാറ്റ, ബിർള, ഏത് സ്ഥാപനങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കിയാലും, ആമേൻ, അവരെല്ലാവരും തുടങ്ങിയത് എങ്ങനെയായിരുന്നു?
ഞാൻ നിങ്ങൾ ഒരുപക്ഷെ അതിശയിച്ചു പോകും. കാരണം അതിൽ പലരും സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ് ആയിരുന്നു. അവരുടെ സ്കൂൾ വിദ്യാഭ്യാസം തന്നെ അവർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ കോളേജ് വിദ്യാഭ്യാസം അവർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അമിതാഭ് ബച്ചനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം മോശമായിരുന്നു എന്നായിരുന്നു നമ്മുടെ ആ കാലയളവിലുണ്ടായിരുന്ന റേഡിയോ ടീം അവിടെ ഉണ്ടായിരുന്നവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇന്ന് അദ്ദേഹത്തിൻ്റെ വോയിസ് ഇന്ന് ഏതെല്ലാം പ്രോഗ്രാമിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ വോയിസ് ബാക്ക്ഗ്രൗണ്ടായിട്ടും ഒക്കെ ലീഡ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്നു. ഞാൻ പറയട്ടെ, ലോകം ഒരിക്കലും കൊള്ളില്ല, നീ ഒന്നിനും കൊള്ളില്ല, നിൻ്റെ ആ ഒരു ക്വാളിറ്റി മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും ആമേൻ ഹല്ലേലൂയ, സംബഡി ഹാസ് ടു പാറ്റ് ഓൺ ഹിസ് ഓൺ ഷോൾഡർ. ഇന്നത്തെ ദിവസം നീ നിന്നെ തന്നെ ദൈവത്തിലൊന്ന് ശക്തിപ്പെടണം. ആമേൻ. കാരണം ഈ സർവശക്തനായ ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആറ്. സെരുബാബേലായ ഒരു സാധാരണ ഒരു ഗവർണറായ ആ വ്യക്തിയെ ദൈവം തൻ്റെ ആത്മാവിനാൽ എപ്രകാരം പ്രചോദിപ്പിച്ചു. ആമേൻ ഹല്ലേലൂയ. സെരുബാബേലെ, നിൻ്റെ കയ്യിലുള്ള ഈ തൂക്കുകെട്ട കണ്ടിട്ട് ഞാൻ നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ കണ്ണ് നിന്നെ കണ്ട് സന്തോഷിക്കും. നിങ്ങൾക്കറിയാമോ, ഹഗായിയുടെ പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യത്തിനകത്ത് ദൈവം തൻ്റെ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചിട്ട് പറയുകയാണ്, ഈ ആലയത്തിൻ്റെ മഹത്വം അതിൻ്റെ മുൻപിലുള്ളതിൻ്റെ ആലയത്തിനേക്കാൾ വലിയതായിരിക്കും. ആമേൻ ഹല്ലേലൂയ. ദ ലാറ്റർ ഗ്ലോറി ഓഫ് ദിസ് ഹൗസ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദ ഫോർമർ ഗ്ലോറി. നിങ്ങൾക്കറിയാമോ, കർത്താവായ യേശുക്രിസ്തു താൻ മനുഷ്യാവതാരമായി 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ ഈ ഭൂമിയിൽ കടന്നു വന്നു. അവൻ യെരുശലേമിൽ വന്നു. ദൈവത്തെ ആരാധിച്ചത് ശലോമോൻ്റെ ആലയത്തിലല്ലായിരുന്നു. കർത്താവ് ആരാധന നടത്തിയത് സെരുബാബേൽ കെട്ടിപ്പടുത്തുയർത്തിയ ആലയത്തിനകത്തായിരുന്നു. ആമേൻ ഹല്ലേലൂയ. ഒരു പക്ഷേ ശലോമോൻ്റെ ആലയത്തിൻ്റെ വലിയ സ്ട്രക്ചറൽ ബ്യൂട്ടി ഒന്നും സെരുബാബേലിൻ്റെ ആലയത്തിന് അതിനെ ഒന്ന് തട്ടിച്ചു നോക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ആമേൻ കർത്താവ് കണക്കാക്കിയ ദൈവം കണ്ടിട്ടുള്ള ആമേൻ ദൈവത്തിൻ്റെ തേജസ് കണ്ട ആലയം പണിയുവാൻ ദൈവം തെരഞ്ഞെടുത്ത ദാസനായ സെരുബാബേൽ. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവം എന്ത് വേലയാണോ നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് അത് വിശ്വസ്തയോടുകൂടെ ചെയ്യുക, സത്യസന്ധതയോടുകൂടെ ചെയ്യുക. God is with you. If God is for us, then who can be against us? കർത്താവ് നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. ആമേൻ. ഇന്ന് നമ്മുടെ കൈവശം എന്താണ് നമ്മുടെ പ്ലം ലൈനായിട്ട് ഇരിക്കുന്നത്? തൂക്കുകെട്ട ഒന്ന് എടുത്താട്ടെ. ഞാൻ പറയട്ടെ, പലപ്പോഴും ഞങ്ങളുടെ ലീഡേഴ്സിനോടൊക്കെ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഗോഡ് ഈസ് വെരി സ്ട്രിക്റ്റ്. തൻ്റെ വിഷയത്തിൽ വന്നാൽ, ദൈവിക വിഷയത്തിൽ വന്നാൽ, ഹീ ഈസ് ദ മോസ്റ്റ് സ്ട്രിക്റ്റസ്റ്റ് ബോസ്. ദൈവ വിഷയത്തിൽ നമ്മൾ ഒരിക്കലും ഉദാസീനത ആകുവാൻ പാടില്ല. അതെന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ സഭയുടെ കൂടെ ചേർന്ന് നമുക്ക് പ്രവർത്തിക്കുന്നതിലായിരിക്കാം, വോളണ്ടിയർ ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ നിങ്ങളൊരു സൺഡേ സ്കൂൾ ടീച്ചറായിരിക്കാം, ഒരു യൂത്ത് ലീഡറായിരിക്കാം, എന്തെങ്കിലും ഒരു നിങ്ങളുടെ ചേർച്ചിൻ്റെ പ്രോഗ്രാംസിനോട് നിങ്ങൾ ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്, അത് പരിപൂർണ്ണ വിശ്വസ്തയോടുകൂടെ നിങ്ങളത് ചെയ്തെടുക്കാൻ നിങ്ങൾ ശ്രമിച്ചാട്ടെ. രണ്ടാമത്തെ ഡയമെൻഷൻ, ദൈവത്തിൻ്റെ 7 ആത്മാക്കളുടെ രണ്ടാമത്തെ ഡയമെൻഷൻ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ദോസ് ആർ ദ റോമിങ് ഐസ്. 2 ദിനവൃത്താന്തം 16-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, 2 Chronicles chapter 16 verse 9, അത് ഇപ്രകാരം പറയുന്നത്, യഹോവയുടെ കണ്ണ് തങ്കിൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. The eyes of the Lord are running to and fro. ആമേൻ, to and fro. കാരണം തങ്കിൽ ഏകാഗ്രചിത്തന്മാരായിരുന്നു, യഹോവയെങ്കിൽ തന്നെ ആമേൻ ദൈവകരങ്ങളിൽ തന്നെ എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുന്ന ഭക്തന്മാരെ സംബന്ധിച്ച് ഇതിനേക്കാൾ അപ്പുറമായിട്ട് ഒരു എൻകറേജിങ് വേഴ്സ് ഇല്ല. കർത്താവെ, ദാസന്മാരുടെ കണ്ണുകൾ, അവരുടെ കണ്ണുകൾ എപ്പോഴും യജമാനൻ്റെ കൈകളിലേക്ക് എന്ന് പറഞ്ഞതുപോലെ, ദാസിമാരുടെ കണ്ണുകൾ അവരുടെ യജമാനത്തികളുടെ കൈകളിലേക്ക് എന്ന് പറഞ്ഞതുപോലെ, നിൻ്റെ കരങ്ങളിൽ ഞങ്ങളുടെ ദൃഷ്ടി പതിപ്പിച്ചു വെച്ചിരിക്കുന്നു. ലോർഡ്, എഴുന്നേറ്റ് പ്രവർത്തിക്കണം. കർത്താവെ, ഞങ്ങളിന്ന് പ്രാർത്ഥിച്ചാൽ ചില കാര്യങ്ങൾ നടക്കണം. കർത്താവെ, അനേകം നാളുകൾ ഞാൻ പ്രാർത്ഥിച്ച ചില വിഷയത്തിനകത്ത് ഇന്നും ഞാൻ മടുത്തു പോകാതെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നീ ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കണം, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. ആമേൻ. അപ്രകാരം വിശ്വാസത്തോടുകൂടെ നീ പറയുകയാണ്. ഞാൻ പറയട്ടെ, യഹോവയുടെ കണ്ണ് തങ്കിൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നതിന് മുമ്പിൽ ബലവാനെന്ന് കാണിക്കേണ്ടതിന് അവൻ്റെ കണ്ണ് ഭൂമിയിലെമ്പാടും ഊടാടി നടക്കുകയാണ്. Those are the roaming eyes of the Lord. Oh hallelujah. അങ്ങനെയുള്ളവർക്ക് ഞാൻ പറയട്ടെ, there is a good news. നോഹയെ സംബന്ധിച്ച് പറഞ്ഞാൽ, നോഹ ഫൗണ്ട് ഗ്രേസ് ഇൻ ദ ഐസ് ഓഫ് ദ ലോർഡ്. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഒരു മുഴുവൻ ജനറേഷന് ദൈവം, ഒരു മുഴുവൻ എന്താണ് ആ തലമുറയെ നശിപ്പിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത സമയത്ത് നോഹയ്ക്ക് യഹോവയുടെ കണ്ണിൽ കൃപ ലഭിച്ചു. കാരണം ദൈവത്തിൻ്റെ കണ്ണ് എവിടെയോ ഒരു നീതിമാൻ്റെ മേൽ ഉടക്കി. മക്കളെ, ഈ 21-ാം നൂറ്റാണ്ടിൽ
നമ്മുടെ ചുറ്റുപാട് നോക്കിയിട്ട് രോഗങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, അല്ലേ, ഫ്ലഡുണ്ട്, എന്തൊക്കെ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിൽ ചൂടും കാലാവസ്ഥയുടെ വ്യതിയാനം ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ ഞാൻ പറയട്ടെ, അതിനകത്ത് വെച്ച് നിൻ്റെ മേൽ ദൈവത്തിൻ്റെ കണ്ണൊന്ന് ഉടക്കണം. നിന്നെ കാണുമ്പോൾ ദൈവത്തിൻ്റെ കോപമൊന്ന് തണുക്കണം. ഓ ഹല്ലേലൂയ. ഈ നീതിമാൻ ഈ പട്ടണത്തിലുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ അനർത്ഥം വരുത്തുകയില്ല. അങ്ങനൊരു വ്യക്തിയായി നമുക്കായി തീരുവാനായിട്ട് കഴിയുമോ? ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ബിക്കോസ് ഹിസ് ഐസ് ആർ റോമിങ്, ദ 7 eyes ഓഫ് ദ ലോർഡ് ആർ റണ്ണിങ് ടു ആൻഡ് ഫ്രോ. അപ്രകാരം കർത്താവിൻ്റെ കണ്ണുകൾ നമ്മളെ ഒന്ന് കാണണം. പഴയ നിയമത്തിൽ ഒരു ദാസിയായ ഒരു സ്ത്രീയുണ്ട്, ഹാഗാർ. അവളെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കിയപ്പോൾ തൻ്റെ കയ്യിലിരിക്കുന്ന ആ മുല കുടിക്കുന്ന ആ പ്രിയ പൈതലിനെ എടുത്തുകൊണ്ട് അവൾ ഇറങ്ങി ഓടിയ സമയത്ത്, ആ ബാലനെ സംബന്ധിച്ച് അവന് ഒരിറ്റു വെള്ളം പോലും കൊടുക്കാൻ കഴിയാതെ മരുഭൂമിയിൽ അലഞ്ഞ സമയത്ത് ദൈവം അവളുടെ മുമ്പിൽ മരുഭൂമിയിൽ ഒരു നീരുറവയെ തുറന്നു. അപ്പോൾ അവൾ പറയുകയായിരുന്നു, എന്നെ കണ്ടവനെ ഞാൻ ഇവിടെയും കണ്ടുവോ. ആമേൻ, ഹല്ലേലൂയ. അതേ ദൈവത്തിൻ്റെ പൈതലേ, നീ ആയിരിക്കുന്ന എന്ത് മരുഭൂമിയുടെ അവസ്ഥയിൽ വെച്ചാണ് ഞാൻ പറയട്ടെ, യു ആർ നോട്ട് ഹിഡൻ ഫ്രം ദ സൈറ്റ് ഓഫ് ദ ലോർഡ്. ഈ കർത്താവ് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതെ, യേശുവയുടെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൾ നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിൻ്റെ പ്രതികൂലത്തിൻ്റെ മധ്യേ, നിൻ്റെ എന്ത് അവസ്ഥയ്ക്കകത്ത് നിന്ന്, മരുഭൂമിക്കകത്ത് നിന്ന് നീർപ്പൊയ്കെ നിനക്ക് വേണ്ടി തുറന്നു തരുവാൻ എൻ്റെ ദൈവം മതിയായവനാണ്. ഹീ ഈസ് ഏബിൾ ടു ഓപ്പൺ some rivers of living water for you even in your wilderness if you have faith in him. മൂന്നാമത്തെ ഡയമെൻഷൻ നമുക്ക് നോക്കാം. ഈ 7 കണ്ണുകളെ കുറിച്ചുള്ള മൂന്നാമത്തെ ഡയമെൻഷൻ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ദ ഐസ് ഓഫ് റൈറ്റിയസ്നെസ്. അത് നീതിയുടെ കണ്ണുകളാണ്. 34 സങ്കീർത്തനം 15 വാക്യം, സാംസ് 34:15 ഇങ്ങനെ പറയുന്നു, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദ ഐസ് ഓഫ് ദ ലോർഡ് ആർ ഓൺ ദ റൈറ്റിയസ് ആൻഡ് ഹിസ് ഇയേഴ്സ് ആർ ഓപ്പൺ ടു ദെയർ ക്രൈ. അതെ, നീതിമാൻ്റെ മീതെ ആണ് ദൈവത്തിൻ്റെ കണ്ണുകൾ. എപ്പോഴും നീതിമാൻ, കർത്താവിൻ്റെ മക്കൾ നടക്കുമ്പോൾ കർത്താവ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എപ്പോഴും തുറന്നിരിക്കുകയാണ്. ആമേൻ. ഞാനും നീയും ദുഷ്ടതയെ വിട്ടകന്ന് നീതിയെ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ, ഓ ഹല്ലേലൂയ, കൂട്ടുകാരിൽ പരമായിട്ട് ആനന്ദ തൈലം കൊണ്ട് എൻ്റെ ദൈവം നിന്നെ അഭിഷേകം ചെയ്യും. വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. കർത്താവിൻ്റെ കണ്ണ് എപ്പോഴും നിൻ്റെ മീതെയായിരിക്കും. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ദൈവത്തിന് ഒരു ചെറിയൊരു വീക്ക്നെസ് ഉണ്ട്. കർത്താവിന് അനീതി ഒരിക്കലും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. തൻ്റെ സ്വന്തം പുത്രൻ്റെ മീതെ എന്ത് ചെയ്തു? ലോകത്തിൻ്റെ മുഴുവൻ പാപത്തെ തൻ്റെ സ്വന്തം പുത്രൻ്റെ മീതെ വെച്ചപ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുക, അവൻ തൻ്റെ പുത്രനിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞു. എവിടെ? കാൽവറി ക്രൂശിൽ വെച്ച് തൻ്റെ അരുമപുത്രൻ, തൻ്റെ ഏകജാതനായ പുത്രനെ തല മുതൽ കാൽപാദം വരെ അവൻ നമുക്ക് വേണ്ടി അവിടെ ഞെരിഞ്ഞ് അവർന്നപ്പോൾ പോലും ലോകത്തിൻ്റെ മുഴുവൻ പാപം അവൻ്റെ മീതെ വെച്ചതിനാൽ പിതാവ് തൻ്റെ പുത്രനിൽ നിന്ന് മുഖം തിരിച്ചളഞ്ഞു. കാരണം നമ്മുടെ പിതാവായ ദൈവത്തിന് അനീതി കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഓ ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വിശുദ്ധിയുടെ കർത്താവാണ്. നമ്മുടെ കർത്താവ് നീതിയുടെ കർത്താവാണ്. ഓ ഹല്ലേലൂയ. നീതി മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നവർ. നമ്മൾ ഓരോ ദിവസം തുടങ്ങുന്ന എന്താണ്? അനീതിയുടെ പ്രവർത്തികൾ, കൈക്കൂലിയുടെ വാർത്തകൾ നമ്മൾ കാണുന്നു. ആമേൻ, ഹല്ലേലൂയ. ദ എമൗണ്ട് ഓഫ് റേപ്പ് നമ്മുടെ കാലഘട്ടത്തിൽ പിഞ്ചു ബാലികമാരുടെ ജീവിതങ്ങൾ നശിപ്പിക്കുന്നു, യുവതികളുടെ ജീവിതം നശിപ്പിക്കുന്നു, പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു. ഓ ഹല്ലേലൂയ. സമാധാനത്തോടെ നമുക്കൊരു ദിവസം തുടങ്ങുവാൻ കഴിയുന്നില്ല. സാഡ്ലി പ്രോബബ്ലി ദ ന്യൂസ് മേക്കേഴ്സ് ആർ മിൻറ്റിങ് മണി ഔട്ട് ഓഫ് ഇറ്റ്. ഇതുപോലെ എന്തോ വൈറലായിട്ടുള്ള ചില ന്യൂസ് കാണിച്ച് ചിലപ്പോൾ അവർക്ക് ജനങ്ങളുടെ എന്തോ ഒരു ആകർഷണം അല്ലെങ്കിൽ ജനങ്ങളുടെ ശ്രദ്ധ അവർക്ക് ആകർഷിക്കുമ്പോൾ ഞാൻ പറയട്ടെ, ദൈവം അപ്രകാരം അനീതിയിൽ നിന്ന് കണ്ട് രസിക്കുന്ന ഒരു കർത്താവല്ല. ഹല്ലേലൂയ. പാപത്തെ കണ്ട് രസിക്കുന്നവനല്ല നമ്മുടെ ദൈവം. അനീതി കണ്ട് രസിക്കുന്നവനല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം നീതി കണ്ട് രസിക്കുന്നവനാണ്. ഓ ബിക്കോസ് ഹീ ഈസ് ദ റൈറ്റിയസ് ഗോഡ്. പുതിയ നിയമത്തിൽ നമുക്ക് 2 വ്യക്തികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആമേൻ. ഹന്ന പ്രവാചകയും ശിമയോനും. ഇവർ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് 2 പേര് വിശ്വസ്തയോട് നീതിമാന്മാരായിരുന്നു. ശിമയോനും അതേപോലെ ഹന്ന പ്രവാചകയും. അവരുടെ അടുക്കൽ ഒരു ദൈവിക വാഗ്ദത്തം ഉണ്ടായിരുന്നു. മശിഹ പൈതലിനെ കാണാതെ നിങ്ങളുടെ ജീവിതം അവസാനിക്കുകയില്ല. ഓ ഹല്ലേലൂയ. എത്ര നീതിയുടെ ഒരു വാഗ്ദത്തം അവർ പ്രാപിച്ചു. ആമേൻ. ശിമയോൻ എത്ര വിശ്വസ്തയോടുകൂടെ കണ്ടു. ആമേൻ. ആ ശിമയോൻ യോസെഫും മറിയയും തങ്ങളുടെ പുത്രനായ യേശു ക്രിസ്തുവിനെ ആ ആലയത്തിൽ വന്ന് എന്ത് ചെയ്തു? അവനെ ഡെഡിക്കേറ്റ് ചെയ്യുവാനായിട്ട്
കടന്നു ചെന്ന സമയത്ത് ശിമയോൻ പൈതലിനെ കൈവശം എടുത്തിട്ട് പറയുകയാണ്, മൈ ഐസ് ഹാവ് സീൻ യുവർ സാൽവേഷൻ, എൻ്റെ കണ്ണ് നിൻ്റെ രക്ഷയെ കണ്ടു ആനന്ദിച്ചു എന്ന് പറയത്തക്ക രീതിയിൽ ശിമയോൻ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി. ഹന്ന പ്രവാചകയും അതുപോലെ വിധവയായ സ്ത്രീ, അവളും ഇത്ര നാൾ കാത്തിരുന്നത് ഈ കർത്താവിൻ്റെ നീതി കാണുവാനായിട്ട്. ഓ ഹല്ലേലൂയ, ദ റൈറ്റിയസ് ഐസ്. അവസാനമായിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഫോർത്ത് ഡയമെൻഷൻ, ദ റിവീലിംഗ് ഐസ്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ഓ ഹല്ലേലൂയ, ഇൻ ഫ്രണ്ട് ഓഫ് ഹിം ദർ ഇസ് നത്തിങ് ദാറ്റ് ഇസ് ഹിഡൻ. എല്ലാം സകലവും അവൻ്റെ മുമ്പിൽ നഗ്നവും മലർന്നും കിടക്കുന്നു. ദ റിവീലിംഗ് ഐസ്. അവൻ്റെ മുൻപിൽ നമ്മൾ സകലവും ട്രാൻസ്പെയറൻ്റ് ആണ്, ഒന്നും നമുക്ക് ഒളിച്ചു വെക്കാൻ കഴിയത്തില്ല. നമ്മുടെ സകല പ്രവൃത്തികളെയും ഈ ദൈവമായ കർത്താവ് ശോധന ചെയ്യാനായിട്ട് പോവാണ്. നമ്മൾ അവൻ്റെ വേലയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്തത്, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്തത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അധ്വാനിച്ച് കൂട്ടിയത്, ഇതിനെ സകലതിനെ തീ കൊണ്ട് ശോധന കഴിക്കാനായിട്ട് പോകും. നമ്മൾ എയർപോർട്ടിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ ലഗേജ് അല്ലേ, നമ്മൾ ആ ഇമിഗ്രേഷന് വേണ്ടി നമ്മളതിന് കടത്തി വിടുമ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് വിടും. കസ്റ്റംസുകാർ സ്കാൻ ചെയ്തെടുക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഇതിനകത്ത് മെറ്റൽ ഒബ്ജക്ട്സ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദ്രവകരമായ ഒബ്ജക്ട്സ് ഉണ്ടോ എന്ന് പറഞ്ഞതുപോലെ കംപ്ലീറ്റ് സ്കാൻ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡെസ്റ്റിനേഷനിലേക്ക് എത്തത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇന്ന് എന്നെ നിന്നെയും വിളിച്ചിരിക്കുന്ന കർത്താവ്, വരൂ അക്കരയ്ക്ക് പോകാം. അതിനു മുമ്പ് നമ്മളെ ഒന്ന് ഒരു സ്കാനിങ് പോയിൻ്റ് ഉണ്ട്. ഹിസ് റിവീലിംഗ് ഐസ്. ആമേൻ. സകലതും നഗ്നവും മലർന്നു നിൽക്കുന്ന അവൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ ആമേൻ അതിനെ ബൈപ്പാസ് ചെയ്ത് പോകാൻ, അല്ലെങ്കിൽ അവിടെ നമ്മൾ പാസ് സർട്ടിഫിക്കറ്റ് നേടി നമുക്ക് അപ്പുറത്തേക്ക് പോകാനായിട്ട് കഴിയുമോ? പ്രിയ ദൈവ പൈതലെ, ഞാൻ നിന്നോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ 7 കണ്ണുകൾ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെ, ഹല്ലേലൂയ. ഈ 7 കണ്ണുകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ 4 ഡയമെൻഷനിലൂടെ, ദ റിജോയ്സിങ് ഐസ്, സന്തോഷിക്കുന്ന കണ്ണുകൾ, ദ റോമിങ് ഐസ്, ഊടാടി സഞ്ചരിക്കുന്ന കണ്ണുകൾ, ദ റൈറ്റിയസ് ഐസ്, നീതിയുടെ കണ്ണുകൾ, അവസാനമായിട്ട് ദ റിവീലിംഗ് ഐസ്, നമ്മളെ എപ്പോഴും അനുദിനം കണ്ടുകൊണ്ട് നിൽക്കുന്ന കണ്ണുകൾ എന്നെയും നിന്നെ ശോധന ചെയ്യുന്നു. നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കാമോ? ഈ സമയം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ കേട്ട ദൈവവചനത്തിനനുസരിച്ച് നിങ്ങൾക്കൊന്ന് പ്രതികരിക്കാമോ? സ്വർഗ്ഗീയ നല്ല ദൈവമായ കർത്താവെ, ഈ ടെലിവിഷൻ പ്രോഗ്രാം കാണുന്ന നിൻ്റെ മക്കൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിൻ്റെ 7 കണ്ണുകൾ ആയ നിൻ്റെ 7 ആത്മാവിൻ്റെ നിറവിൽ മശിഹായ നിൻ്റെ പുത്രനായ ക്രിസ്തുവിൽ നിന്ന് കർത്താവെ, ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ദിവ്യ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി സ്തോത്രം കരയിട്ടുന്നു. കർത്താവെ, ഈ ചാനൽ പ്രോഗ്രാം കാണുന്ന ഓരോ വ്യക്തികളുടെ മീതെ കർത്താവെ, നിൻ്റെ 7 കണ്ണുകൾ ഞങ്ങളെ സ്കാൻ ചെയ്യുമ്പോൾ, ആ 4 ഡയമെൻഷൻസ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുമ്പോൾ കർത്താവെ, എല്ലാ മേഖലയിലും ഞങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ, ഞങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, രോഗത്തിലും ഭാരത്തിലും പ്രയാസത്തിലും ഇരിക്കുന്ന ഈ ഓരോ നിൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ മീതെ കർത്താവെ, നിൻ്റെ മുറിഞ്ഞ കരം നീ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ 7 കണ്ണുകൾ കർത്താവെ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൾ ഞങ്ങളെ കാണുമ്പോൾ കർത്താവെ, ഞങ്ങൾ ശോധന ചെയ്യപ്പെട്ട് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് കേൾക്കത്തക്ക രീതിയിൽ ഒരു സർട്ടിഫിക്കറ്റ്, ഒരു ഹെവൻലി സർട്ടിഫിക്കറ്റ് ഞങ്ങളത് പ്രാപിപ്പാൻ ഇടയാകട്ടെ. ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ടെലിവിഷൻ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി നിങ്ങൾ വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ചയും ഇതേ സമയത്ത് നമുക്ക് കാണാം. ഗോഡ് ബ്ലസ് യു ഓൾ. ഇന്നത്തെ ദൈവവചനം ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ തുടർന്നും അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ഏവരെയും ഞങ്ങളുടെ ആരാധനയിലേക്ക് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ക്രൈസ്റ്റ് ഡ്രിവൻ ചർച്ച് എല്ലാ സൺഡേസും ഈവനിങ് 4 o'clockനാണ് ഞങ്ങൾ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഈവനിങ് സർവീസ് ആഗ്രഹിക്കുന്ന എല്ലാവരും തിരുവനന്തപുരത്തുള്ളവർ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ സന്ദർശിക്കുക. ഞങ്ങളുടെ ആരാധന നടക്കുന്ന സ്ഥലം ഗിലിയാദ് പ്ലാസ, കേശവാസുരം ജംഗ്ഷനിൽ ഗിലിയാദ് പ്ലാസയുടെ 3rd ഫ്ലോറിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ആരാധന ചെയ്യുന്നത്. എവറി സെക്കൻഡ് സാറ്റർഡേസ് ഞങ്ങൾക്ക് ഡെലിവറൻസ് മീറ്റിംഗ്സ് ഉണ്ടായിരിക്കുന്നതാണ്. അത് രാവിലെ 10:30 മണിക്ക് തന്നെ ആരംഭിക്കും. നിങ്ങൾ അതിലേക്കും വന്ന് സംബന്ധിക്കണമെന്ന് പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ ഇങ്ങോട്ട് അപേക്ഷിക്കുന്നു. തുടർന്ന് വിമൻസ് സെൽസ് ഉണ്ട്, സൺഡേ സ്കൂളുണ്ട്. അങ്ങനെ ഒരു ചർച്ചിന് വേണ്ടുന്ന എല്ലാ പ്രോഗ്രാംസും ഞങ്ങൾ ചെയ്യുന്നു. നിങ്ങളുടെ ആത്മീയമായ ആ ഒരു ഉന്നമനത്തിന് ഇത് തീർച്ചയായും പ്രചോദനമാകുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഏവരെയും ആരാധനയിലേക്ക് ഞങ്ങൾ ആർദ്രവുമായി സ്വാഗതം ചെയ്യും.